നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ കാണുന്നത് എന്തും ഇതുപോലെ ഒരൊറ്റ ക്ലിക്കിൽ നമ്മുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് പരിചയപ്പെട്ടാലോ? നമുക്ക് പരിചയമില്ലാത്ത ഭാഷയിലുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വാട്സാപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു, പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത ഭാഷയിലാണ് ആ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ഗാലറിയിൽ ഒരു പിക്ചർ ഉണ്ട്, പക്ഷെ അതിൽ എഴുതിയതൊക്കെ മറ്റേതെങ്കിലും ഭാഷയിലുള്ളതാണ്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ഒരു ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊരു ആപ്ലിക്കേഷനാണ്. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ആപ്ലിക്കേഷൻ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇതെങ്ങനെയാണ് മൊബൈലിൽ സെറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഒരുപാട് ഓപ്ഷൻസ് താഴെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലുള്ളത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഓൾറെഡി അത് സെലക്റ്റഡ് ആണ്, അതിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട. ഏറ്റവും മുകളിൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏത് ഭാഷയിൽ നിന്നാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഷ ആദ്യത്തെ ഭാഗം സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി ഏത് ഭാഷയിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഷ രണ്ടാമത്തെ ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങളിവിടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മലയാളത്തിലേക്കാണ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ മലയാളം സെലക്ട് ചെയ്യണത്. ഇവിടെ മലയാളം ഉണ്ട്, മലയാളം ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഗ്രി എന്ന ഭാഗം വരും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഡൗൺലോഡഡ് ആപ്സ് എന്ന ഭാഗത്തായിരിക്കും ആപ്ലിക്കേഷൻ ഉണ്ടാകുക. ചില മൊബൈലിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്ന ഭാഗത്ത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിലുള്ള ടോഗിൾ നിങ്ങൾ ഓൺ ചെയ്തിട്ട് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ബാക്ക് വരിക, വീണ്ടും ഒന്ന് ബാക്ക് വരിക, വീണ്ടും ഒന്നുകൂടി ബാക്ക് വന്നതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും കാണും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത്രയേ വേണ്ടൂ. അതിനുശേഷം ബാക്ക് വരിക. വീണ്ടും ബാക്ക് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓഫ് ആകും. ഇവിടെ താഴെ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന ആദ്യത്തെ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐക്കൺ ഇതുപോലെ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് മൊബൈലിൻ്റെ എവിടെ വേണമെങ്കിലും ഇതുപോലെ കൊണ്ടുവെക്കാൻ സാധിക്കും. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിപ്പോൾ ഗൂഗിളിൽ ഒരു സൈറ്റ് സെർച്ച് ചെയ്യാണ്. ഇവിടെ ഫുള്ള് ഇംഗ്ലീഷാണ് ഉള്ളത്. ഓക്കെ, ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ ജസ്റ്റ് ഇതിൽ നിന്നും ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി ഇതുപോലെ ടച്ച് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സ്ക്രീനിൽ കാണുന്നത് എന്തും ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഐക്കണിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഫോട്ടോയിലുള്ളതും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗാലറി ഓപ്പൺ ചെയ്യാണ്. ഇതിലുള്ള ഒരു ഫോട്ടോ ഇംഗ്ലീഷിലാണ് ഈ ടെക്സ്റ്റ് ഉള്ളത്. ഇവിടെ ഈ ഒരു ഐക്കണിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാണ്. കണ്ടോ, നിമിഷ നേരം കൊണ്ട് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ വേണ്ട എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ സ്റ്റാർട്ട് കൊടുത്ത ആ ഒരു ഭാഗത്ത് സ്റ്റോപ്പ് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സ്റ്റോപ്പ് കൊടുക്കുക. ഇവിടെ സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐക്കൺ ഇവിടെ അപ്രത്യക്ഷമാകും. വീണ്ടും സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഐക്കൺ വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ ഇവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. ഓക്കെ, അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, പല സന്ദർഭങ്ങളിലും വളരെയധികം ഉപകാരപ്രദമായ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.